മതി നല്ലോണം പിടിച്ചിരുന്നോളണം. ശേഖരന്റെ ആസ്പത്രിയാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. ചികിത്സിച്ചതിന്റെ ദക്ഷിണയായി കിട്ടിയ ബില്ലുകളെല്ലാം എന്ത്? അത് ശേഖരന്റെ മകള് പറഞ്ഞിട്ട് അറ്റൻഡർ ഒന്ന് മേടിച്ചുകൊണ്ട് പോയി. ക്യാൻറ്റീനിൽ നിന്നും ഞാൻ കഴിച്ച മസാല ദോശയുടെ ബില്ലുകൾ കൂടി കൊടുക്കോ ആവോ. ശിവ ശിവ. ശിവൻ എന്നാണ് അച്ഛന്റെ പേര്. എന്നാലും എനിക്കറിയാം അവൻ പൂത്തോട്ടയിലുള്ള. മംഗളശ്ശേരി നീലകണ്ഠന്റെ ഭാര്യ. ഇവളെ എങ്ങോട്ടാ ഈ പാളവണ്ടി കൊണ്ടുപോണത്? ഇവിടെ ചീരയുടെ വിത്ത് കൊടുക്കണുണ്ടെന്ന് അറിഞ്ഞു വന്നതാ. ചീരത്തോരൻ നീലകണ്ഠനൊരു വീക്ക്നെസ്സാ. ആണോ? അതൊക്കെ അപ്പുറത്തെ കോമ്പൗണ്ടില്ല, കൃഷിഭവൻ. പിന്നെ പോകുമ്പോ കരന്തീർത്ത രസീത്, റേഷൻ കാർഡ് എന്താന്ന് വെച്ചാൽ എടുത്തോളണം. ഞാനൊന്നും ചത്തില്ലടോ, ഇവർക്കിവിടെ ചികിത്സ ഇല്ല. ഞാൻ വരാം, നിങ്ങൾ വീട്ടിലേക്ക് പോക്കോ. വരാം. ഇത് എന്നതാണോ അവന്റെ അണ്ടർവെയറിന്റെ തുറുമ്പ് കയറിയോ? അവൻ കിടന്ന് ചാളണുണ്ടല്ല. ശേഖര, കഴുത്തിനു പകരം വലം കൈ അറുത്തതും കുഞ്ഞനന്ദനെ ബ്യൂവറേസിന്റെ മുമ്പിൽ നിന്ന് തള്ളി മാറ്റിയപ്പോ ജൗലി പൊക്കി കാണിച്ചതും നീലകണ്ഠന്റെ കഴിവുകേടായി നീ കാണരുത്. അനായാസേന മരണം, ബിനാദൈനേന ജീവിതം. ഷെടാ, ഡയലോഗ് മറന്നുപോയല്ല. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. ശ്ലോകം മാറിപ്പോയടാ. പിന്നെ ഇവന്മാരെല്ലാം സംസ്കൃതം പഠിച്ചല്ലേ നിൽക്കണത്. ഞാൻ അർത്ഥം പറയും, അപ്പൊ മനസ്സിലാക്കിയാ മതി. അനായാസമായ പെടുമരണം, ചോരതുപ്പിയുള്ള ജീവിതം, നിന്റെ കാണിക്കവഞ്ചി അടിച്ചു മാറ്റുന്ന ദേവസംഘജാഞ്ചിക്ക് നൽകണേ. ശംഭോ ശങ്കര ഗൗരിപതേ, ഇന്ന് ഇമ്പോസറ്റിന് എഴുതി കഴിയേണ്ട കാലമായി ശേഖര. ഈശ്വരൻ നിന്റെ മുന്നിൽ വിളക്കായി തെളിയുമ്പോൾ കാവാലയ്യ ഡാൻസ് കളിച്ച് ഹോ 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 വിടരുത് ശേഖര. എന്താണോ നന്നാവാത്തെ? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല നീലകണ്ഠ, പറ്റുന്നില്ല. വൈകുന്നേരമാകുമ്പോൾ 1.5 ലിറ്ററിന്റെ ഗതാഗതാക്കും. പിന്നെ അനന്തരവൻ വിജയരാഘവൻ പോയി ക്യൂ നിന്ന് സാധനം വാങ്ങിക്കൊണ്ടുവരും. ലിവർ ഫുട്ബോൾ പോലായെന്ന മകളുടെ ഡോക്ടർ ജാനകി പറഞ്ഞത്. ഇനിയും 1.5 ലിറ്റർ അകത്തിരിക്കുന്നു. എന്ത് ചെയ്യാം? ഭാനുമതി എന്ന പുണ്യത്തിനെ വെട്ടി പറഞ്ഞു വിട്ടത് നന്നായി. ശേഖര, നീ വെറുതെ പേടിക്കുകയാണ്. ലിവർ പൊട്ടിക്കണ്ട, ബാക്കി സാധനം ഞാൻ അടിച്ചോളാം. വഴി മാറടാ മുണ്ടക്കൽ ശേഖര.